കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം എന്നിവയാണല്ലോ 5 തിന്മ ഗുണങ്ങൾ. എന്നാൽ ഇതിൻ്റെ കൂടെ വളരെ സൗഹൃദം പാലിച്ചു നിൽക്കുന്ന കുറച്ച് തിന്മ ഗുണങ്ങളുമുണ്ട്. ഭയം. ഭയമെന്ന് പറഞ്ഞാൽ കള്ളനെയോ പാമ്പിനെയോ ഒന്നും കാണുമ്പോഴുള്ള ഭയമല്ല, സമൂഹത്തിനോടുള്ള ഭയം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, എനിക്കങ്ങനെ ചെയ്താൽ പേരുദോഷം കിട്ടുമോ എന്ന ചിന്ത കൊണ്ട്, എന്ന ഭയം കൊണ്ട് പറയേണ്ടത് പറയാതിരിക്കുകയും പ്രവർത്തിക്കേണ്ടുന്നത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ഭയം എന്ന് പറയുന്നത്. പിന്നെ പക, വൈരാഗ്യം, അതുപോലെ തന്നെ ആരെങ്കിലും ഇല്ലാത്തപ്പോൾ അവരെക്കുറിച്ച് മോശം സംസാരിക്കുക, അതായത് പരദൂഷണം പറയുക, അസൂയ, ഇതെല്ലാം ഈ 5 വൈസസിൻ്റെ ഫസ്റ്റ് കസിൻസ് ആണെന്ന് പറയാം. ഈ ചിന്തകളും ഈ ഗുണങ്ങളും എല്ലാം മനസ്സിൽ നിന്ന് പൂർണ്ണമായി അകറ്റി സ്വതന്ത്രമാക്കിയാൽ മാത്രമേ നമുക്ക് പരമാത്മാവുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ഫാദർ. ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരമാനന്ദവും ലഭിക്കും എന്നാണ് പ്രമാണം. ഇതിൽ അസൂയ എന്ന് പറയുന്നത് ഒരു മാരകമായ വിഷം തന്നെയാണ്. അതെപ്പോൾ നമ്മുടെ മനസ്സിൽ കയറുമെന്നും അതെങ്ങനെ വളരുമെന്നും പന്തലിക്കുമെന്നും നമുക്കറിയില്ല. അവസാനം തീരെ പ്രതീക്ഷിക്കാത്ത വളരെ വിഷമകരമായ സാഹചര്യത്തിലായിരിക്കും അത് ലാൻഡ് ചെയ്യുന്നത്. ഞാൻ ജയശ്രീ ശ്യാംലാൽ, അധ്യാപികയാണ്, ഒരു എഴുത്തുകാരിയുമാണ്. എൻ്റെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധവി, ഷേക്സ്പിയറിലൂടെ ഒരു യാത്ര, മിറിയം, ടാഗോർ, വേരുകൾ തേടി. നമുക്ക് മഹാഭാരത കഥയിലേക്ക് തിരിച്ചു വരാം. ഹസ്തിനപുരത്ത് ഗാന്ധാരി ഗർഭിണിയാകുന്നു. എല്ലാവരും സന്തോഷം കൊണ്ട് മതിമറന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. വ്യാസൻ അവിടെ അവതരിച്ചിട്ട് പറഞ്ഞ് ഗാന്ധാരിക്ക് 100 ആൺമക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗാന്ധാരി പ്രസവിച്ചത് കുഞ്ഞിനെ അല്ലായിരുന്നു, മറിച്ച് ഒരു മാംസപിണ്ഡം. ഇക്കുറിയും സത്യവതി വല്ലാതെ വ്യാകുലപ്പെട്ടു. എന്താണിത് സംഭവിച്ചത്? വ്യാസൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചിട്ടും ഇങ്ങനെ ഒരു ദുരന്തം എങ്ങനെ ഗാന്ധാരിക്കുണ്ടായി? സത്യവതി വ്യാസനെ വിവരമറിയിച്ചു. വ്യാസൻ വന്നു 101 ഭരണി ആവശ്യപ്പെട്ടു. എണ്ണ നിറച്ച 101 ഭരണി. ഈ 101 ഭരണിയിൽ മാംസപിണ്ഡം ഓരോ കഷണങ്ങളാക്കി നിക്ഷേപിച്ചു. 101 ഭരണിയിൽ 101 കുഞ്ഞുങ്ങൾ പിറന്നു. 100 ആൺമക്കളും ഒരു മകളും. മകളാണ് ദുശ്ശള എന്നാണ് മഹാഭാരത കഥ. ഗാന്ധാരിക്കും ധൃതരാഷ്ട്രരിലും ഉണ്ടായ കുഞ്ഞുങ്ങളെ കൗരവർ എന്നും, പാണ്ഡുവിലും കുന്തിയിലും മാദ്രിയിലും ഉണ്ടായ കുഞ്ഞുങ്ങളെ പാണ്ഡവർ എന്നും അറിയപ്പെട്ടു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണല്ലോ കുരുക്ഷേത്ര യുദ്ധം. കൗരവർക്ക് പാണ്ഡവരോട് അസൂയയായിരുന്നു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വൈരാഗ്യം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. കുട്ടികളായിരുന്നപ്പോൾ തന്നെ കൗരവർക്ക് പാണ്ഡവരോട് അസൂയയായിരുന്നു. ആഹാരത്തോട് കമ്പമുള്ള പ്രിയമുള്ള ഭീമനോട് പരിചാരകർ പ്രത്യേക വാത്സല്യം കാണിക്കുമ്പോൾ ഏത് കാര്യവും വേഗം ഗ്രഹിച്ച് വിദ്യകളിലും ആയുധവിദ്യകളിലുമൊക്കെ നല്ല പ്രകടനം നടത്തുന്ന അർജുനന്റെ മികവിനെ ഭീഷ്മർ അടക്കം എല്ലാവരും പുകഴ്ത്തിയപ്പോൾ, എന്ത് പ്രവൃത്തി ചെയ്താലും ധർമ്മത്തോടെ മാത്രം ചെയ്യുന്ന യുധിഷ്ഠിരനെ നോക്കി പഠിക്ക് എന്ന് മുതിർന്നവർ കൗരവരോട് പറഞ്ഞപ്പോൾ എല്ലാം നടന്നത് അവരുടെ മനസ്സിൽ അവരോടുള്ള അസൂയയുടെ വിഷവിത്തുകൾ വളർന്നു വലുതാകുകയായിരുന്നു. കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് ഭീഷ്മർ ഇവർക്ക് വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി നല്ല ഒരു ഗുരുവിനെ തിരക്കി നടക്കുകയായിരുന്നു. ഒരു ദിവസം കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭീമൻ ഒരു പന്തെടുത്ത് കിണറ്റിലേക്ക് ആഞ്ഞെറിഞ്ഞു. പന്ത് ചെന്ന് വീണത് ആഴമുള്ള ഒരു കിണറ്റിലായിരുന്നു. കുട്ടികൾ പരമാവധി ശ്രമിച്ചു പന്തെടുക്കാൻ, പക്ഷെ സാധിച്ചില്ല. ഈ വിഷമഘട്ടത്തിലാണ് ദ്രോണാചാര്യർ അവിടെ അവതരിക്കുന്നത്. ദ്രോണാചാര്യർ കുട്ടികളോട് കാര്യം അന്വേഷിച്ചു. ഇങ്ങനൊരു പ്രശ്നത്തിലാണ് ഞങ്ങളെന്നവർ പറയുകയും ചെയ്തു. ദ്രോണാചാര്യർ പന്തിനെ ലക്ഷ്യമാക്കി ഒരു പുൽക്കൊടി എടുത്തെറിഞ്ഞു. കൃത്യം പുൽക്കൊടി പന്തിൽ തറച്ചു. മറ്റൊരു പുൽക്കൊടി എടുത്ത് ആ പുൽക്കൊടിയുടെ അറ്റത്തെറിഞ്ഞു. അങ്ങനെ പുൽക്കൊടികൾ കൊണ്ട് ഒരു മാല പോലെ ഉണ്ടാക്കി കയറ് വലിച്ച് പന്തെടുക്കുന്ന ലാഘവത്തോടുകൂടി
ദ്രോണാചാര്യർ ആ പന്ത് കിണറ്റിൽ നിന്നെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികൾക്ക് ഇത് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അവർ ദ്രോണാചാര്യനെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഭീഷ്മർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭീഷ്മർ നിശ്ചയിച്ചു, എന്റെ കുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കാൻ പറ്റിയ ഗുരുവാണ് തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അന്നു മുതലാണ് ദ്രോണാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായത്. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർക്കാകുന്ന വിധം എല്ലാ വിദ്യകളും ദ്രോണാചാര്യർ പറഞ്ഞു കൊടുത്തു. ഇവിടെയും ദ്രോണാചാര്യർക്ക് പ്രത്യേക വാത്സല്യം അർജുനനോടുണ്ടായിരുന്നു. കാരണം വളരെ ഗ്രാഹ്യത്തോടെ എന്തും പെട്ടെന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് അസ്ത്രവിദ്യയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം ദ്രോണാചാര്യര് കൂടുതൽ വിദ്യകൾ അഭ്യസിപ്പിച്ചു കൊടുക്കുവാൻ പ്രചോദിതനായി. ഇതും കൗരവരുടെ മനസ്സിൽ പാകിയ വിഷവിത്തുക്കളായിരുന്നു. ദ്രോണാചാര്യർ അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രനായ അശ്വത്ഥമാവിനും അർജുനനും മാത്രമാണ് ദേവാസ്ത്രം പ്രയോഗിക്കാൻ അഭ്യസിപ്പിച്ചത്. കൊച്ചു കാരണങ്ങൾ ഈ കുട്ടികളുടെ മനസ്സിൽ വൈരാഗ്യവും പകയും ഒക്കെ വരാൻ തുടങ്ങി. ഇത് കണ്ട ഒരാൾ മാത്രമായിരുന്നു ഇവരെ കൂട്ടത്തിൽ. പലരും കണ്ടെങ്കിലും കണ്ടത് ശകുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധാരിയുടെ സഹോദരൻ, അതായത് കൗരവരുടെ അമ്മാവൻ. കൗരവരുടെ അമ്മാവൻ ശകുനി ഇച്ചിരി കുതന്ത്ര ബുദ്ധിക്കാരനായിരുന്നു. അദ്ദേഹം പാണ്ഡവരുടെ ഈ സാമർത്ഥ്യം കണ്ടിട്ട് ഒരിക്കൽ ദുര്യോധനനോട് പറഞ്ഞു, നിങ്ങൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ നാളെ ഹസ്തിനപുരം പാണ്ഡവര് ഭരിക്കും. ആ ഒരു വാക്ക് അത് ദുര്യോധനന്റെ ഹൃദയത്തിൽ നല്ലപോലെ ആഴത്തിലിറങ്ങി. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ലഹളകൾ, ചേരിതിരിഞ്ഞ് ലഹളകൾ ഉണ്ടാക്കുന്നതും അടിപിടി ഉണ്ടാക്കുന്നതുമെല്ലാം ഗാന്ധാരി അറിയാനിടയായി. ഗാന്ധാരി ഒരു ദിവസം കുട്ടികളെ, കുമാരന്മാരെ എല്ലാം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പകയും വഴക്കുമെല്ലാം? നിങ്ങൾ പരസ്പരം അടിവെക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഊട്ടുപുരയിലും കളപ്പുരയിലുമൊക്കെ പലപ്പോഴും അടിവെക്കുന്നതും വഴക്ക് കൂടുന്നതും എല്ലാം ഞാൻ അറിയുന്നുണ്ടല്ലോ. പാണ്ഡവർ അതിശയിച്ചു. കണ്ണ് കെട്ടിക്കൊണ്ട് നടക്കുന്ന വല്യമ്മ ഇതെങ്ങനെ അറിഞ്ഞു? കൗരവർ അതിശയിച്ചു, ഇത് ആരാണ് അമ്മയോട് ഈ വിശേഷം വന്ന് പറഞ്ഞത്? കാരണം എപ്പോഴും കാഴ്ച ത്യജിച്ചുകൊണ്ട് നടക്കുന്ന അമ്മയാണ് അവർ കണ്ടിട്ടുള്ളത്. ഗാന്ധാരി ദാർഷ്ട്യത്തോടു കൂടി തന്നെ, കോപിഷ്ഠയായിട്ട് തന്നെ അവരോട് പറഞ്ഞ്, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ നാട്ടുരാജ്യക്കാരും കപ്പവുമായി നിങ്ങളുടെ കാൽക്കൽ വീഴും. അതല്ല, പരസ്പരം അടിച്ചു പിരിയാനാണ് ഉദ്ദേശമെങ്കിൽ ഇരു കൂട്ടരുടെയും അവസാനമായിരിക്കും ആ കലാപം. ഇത് അറിഞ്ഞ് ജീവിക്കുക, പ്രവർത്തിക്കുക. ഗാന്ധാരി പോയി. സത്യത്തിൽ മഹാഭാരതത്തിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു നല്ല വ്യക്തിത്വമുള്ള കഥാപാത്രമാണ് ഗാന്ധാരി. ഗാന്ധാരി മാത്രമേ കുമാരന്മാർക്ക് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തുള്ളൂ. പക്ഷേ കൗരവർ പാണ്ഡവരും ഒന്നും ആ ഉപദേശം ചെവിക്കൊണ്ടില്ല. കൗരവർ ചെവിക്കൊണ്ടത് ശകുനി പറഞ്ഞ ഉപദേശമായിരുന്നു. അതിൻ്റെ ഫലമാണ് ആ അസൂയയും പകയും ഒക്കെ വളർന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്ന് അവസാനിച്ചത്. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായി കാണരുതത്. അതിൽ ആ വലിയ ഒരു യുദ്ധത്തിൽ അതിജീവിച്ചത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. പഞ്ചപാണ്ഡവർ അതിജീവിച്ചു, കൗരവർ ഒന്നടക്കം തീർന്നു. പഞ്ചപാണ്ഡവർ അതിജീവിച്ചെങ്കിലും അവരുടെ പുത്രന്മാരും അവരുടെ മക്കളും എല്ലാം കൊലപ്പെടുകയായിരുന്നു. അടുത്ത തലമുറയും എല്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിച്ചു. അത്രയ്ക്ക് വലിയ ദുരന്തമാണ് ചെറുപ്പത്തിലേ തോന്നിയ ചെറിയ അസൂയയിലും വഴക്കിലും പകയിലും കൂടെ വന്നെത്തിയത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മുളയിലേ നുള്ളിക്കളയണം. ഈ വ്യാസൻ എഴുതിയ മഹാഭാരതത്തിലെ ഈ ഏടിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തിന്മ ഗുണങ്ങൾ മുളയിലേ നുള്ളിക്കളയണം. അതിനെ വളർത്താനോ അതിനെ അവഗണിക്കാനോ സാധ്യമല്ല. നമ്മുടെ മക്കൾ തമ്മിൽ നിറത്തിന്റെ വ്യത്യാസത്തിലോ, ചിലവർക്ക് കഴിവുകൾ കൂടുതലായിരിക്കും, ചിലവർക്ക് ആ വിഷയത്തിൽ കഴിവില്ലെങ്കിലും വേറൊരു വിഷയത്തിലായിരിക്കും കഴിവ്. എല്ലാവരിലും ഉള്ള കഴിവുകളെ അല്ലെങ്കിൽ ദൗർബല്യങ്ങളെ അംഗീകരിച്ച് മാതാപിതാക്കളായ, രക്ഷിതാക്കളായ ആരായാലും പേരന്റിങ് ചെയ്യുന്നവർ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്നത് ആത്മവിശ്വാസവും ആത്മധൈര്യവുമാണ്. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദേവന്മാരായി വളർത്താം, അല്ലെങ്കിൽ അവർ അസുരന്മാരായി വളരും. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും സ്നേഹം, നമസ്കാരം. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.